സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ദൈവമൊരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവസരമൊരുക്കി തന്ന കർത്തൃദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പകൽ സമയം മുഴുവനും ദൈവം നമ്മെ സൂക്ഷിച്ചു, പരിപാലിച്ചു. അനർത്ഥങ്ങൾ, ആപത്തുകളിൽ നിന്ന് വിടിപ്പിച്ചു. രോഗങ്ങൾ, ദുഃഖങ്ങളിൽ നിന്ന് വിടിപ്പിച്ചു. കഷ്ടങ്ങൾ, സങ്കടങ്ങളിൽ നിന്ന് വിടിപ്പിച്ചു. ഹല്ലേലൂയ. ഈ വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, വൈകിയ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുമ്പോൾ വലിയ ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇത് റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വലിയ ദൈവകൃപ പകരുമാറാകണം. ഹല്ലേലൂയ ഹല്ലേലൂയ. പേജിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. കർത്തൃദാസിയെ കുടുംബമായി മാനിക്കണം. കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണം. വലിയ ദൈവപ്രവൃത്തി കാരണമായി തീരുവാൻ സ്വർഗമേ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ധാരാളമായി പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങയുടെ കൃപ ധാരാളമായി പകരണം. ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാണ്. കേൾക്കുന്നവർക്ക് വിടുതലായി തീരണപ്പാ. സംസാരിക്കേണ്ടവണ്ണം സംസാരിപ്പാൻ കൃപയുമാറണം. തടസ്സങ്ങളെ മാറ്റണം. ഒരു തടസ്സവും ഉണ്ടാകുവാൻ ഇടയാകാതാണ്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിന്ന് വചന ശുശ്രൂഷ നടക്കേണ്ടതിന് അങ്ങയുടെ കരം ചലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും നസ്രനായ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകാൻ കൽപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കാലോ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പകൽക്കാലം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അനർത്ഥങ്ങൾ, ആപത്തുകൾ വസനത്തിന് കാരണമാകാതെ വണ്ണം ഹല്ലേലൂയ വിടുവിച്ച ആ ദൈവത്തിനെ നമുക്ക് നന്ദി കരയറ്റാം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുവാൻ ഓരോ ദിവസവും ദൈവം നമ്മെ സഹായിക്കുന്നു. കാരണം ഹല്ലേലൂയ അനർത്ഥങ്ങൾ, അപകടങ്ങളായി കേൾക്കുമ്പോൾ, ലോക സംഭവങ്ങൾ ദൈവത്തിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ഞെട്ടിക്കുന്ന വാർത്തകളാണല്ലോ നാം കേൾക്കുന്നത്. അതിൻ്റെ മധ്യത്തിലൊക്കെയും ഹല്ലേലൂയ ദൈവം തൻ്റെ ജനത്തെ അവിടങ്ങളായി പരിപാലിക്കുന്നതിനായി നമുക്ക് നന്ദി കരയറ്റാം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നാം എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഹല്ലേലൂയ. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച ദൈവമാണ്. നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ അല്ല പ്രിയമുള്ളവരെ നാം ഇന്ന് നിലനിൽക്കുന്നത്, ജീവനോടെ ആയിരിക്കുന്നത്. നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ കരമുള്ളത് കൊണ്ടാണ് നാം ഇന്ന് ജീവനോടെ ഈ ഭൂമിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. മരണമെന്നേ നമ്മെ കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അവിടുന്ന് ഒക്കെയും വിടുവിച്ച് ആ കർത്താവിന് നമുക്ക് നന്ദി കരയറ്റാം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഒരു വചനം വായിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖന 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ് ഈ എഫേസ്യ ലേഖനത്തെ വിളിക്കുന്നത്. ഹല്ലേലൂയ. മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിച്ചു വരുമ്പോൾ ആഴത്തുള്ള വെളിപ്പാടുകളെയാണ് ഹല്ലേലൂയ പൗലോസിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ ലേഖനം കാരാഗ്രഹമാണ്. ഹല്ലേലൂയ. സുഖത്തിലും സന്തോഷത്തിലും ഇരിക്കുമ്പോൾ പൗലോസ് എഴുതിയ ലേഖനമല്ല. കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലായിരിക്കുമ്പോഴാണ് പൗലോസ് ഈ ലേഖനത്തെ എഴുതുന്നത്. ഇപ്രകാരമാണ് 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൻ്റെ 1-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ പറയുന്നത്:
ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. സ്തോത്രം. യേശു കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ച പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, എനിക്ക് ലഭിച്ച അതേ പരിജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന്. സ്തോത്രം. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ്. ഇവിടെ യേശു കർത്താവിനെ പറ്റി പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മുടെ മേൽ ഒരാത്മാവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഏതാത്മാവാണ്? പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നാം പ്രാപിക്കണം. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിൽ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ജീവിക്കണമെങ്കിൽ ഹല്ലേലൂയ, സാധാരണയുള്ള ഒരു ക്രിസ്തീയ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഹല്ലേലൂയ, സാധാരണ ക്രിസ്തീയ ജീവിതത്തെക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹല്ലേലൂയ കണ്ണുകൾ പ്രകാശിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മേൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് വേണം, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് വേണം, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് നമ്മളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയുള്ളൂ. ഹല്ലേലൂയ. സാധാരണ എല്ലാവരും ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം നയിക്കുന്നു, അതുകൊണ്ട് ഞാനും ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞു പോയാൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കുകയില്ല. ഹല്ലേലൂയ. ഈ കാലഘട്ടം ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ഹല്ലേലൂയ മുന്നേറുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് മുൻപ് ആരായിരുന്നു? മുൻപ് പൗലോസ് ശൗലായിരുന്ന കാലഘട്ടത്തിൽ ഹല്ലേലൂയ, തൻ്റെ പേര് ശൗല എന്ന ആ പേര് ഉള്ള കാലഘട്ടത്തിൽ താൻ ഹല്ലേലൂയ ദൈവജനത്തെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നത്, ഹല്ലേലൂയ, ശൗൽ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് വെളിച്ചം അവന് ചുറ്റും മിന്നി, അവൻ നിലത്ത് വീണു. ഹല്ലേലൂയ. നോക്കണമേ, ഹല്ലേലൂയ, ദൈവജനത്തെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി അധികാരപത്രം വാങ്ങിക്കൊണ്ട് ഹല്ലേലൂയ ദൈവജനത്തിന് വിരോധമായി പോകുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശൗലിന് ശക്തിയുണ്ട്, അധികാരമുണ്ട്, ഒന്നിനും കുറവില്ല, ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, അതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ, ഉന്നതനാകുന്ന ദൈവം ഹല്ലേലൂയ, അറിയുന്ന ദൈവം ഹല്ലേലൂയ ദമസ്കോസിനെ സമീപിച്ചപ്പോൾ ആകാശത്തു നിന്ന് ഒരു വെളിച്ചം ചുറ്റിമിന്നി. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ ദൃഷ്ടികൾക്കപ്പുറമായുള്ള ഒരു വെളിച്ചം അവിടെ ചുറ്റി മിന്നുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ വെളിച്ചത്തിൻ്റെ മുൻപിൽ ശൗലിന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവൻ നിലത്ത് വീഴുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശക്തിയുണ്ട്, ബലമുണ്ട്, കഴിവുണ്ട്, അധികാരമുണ്ട്, എല്ലാമുണ്ട്. എങ്കിൽ പോലും ഹല്ലേലൂയ ആകാശത്തു നിന്നൊരു വെളിച്ചം ചുറ്റിമിന്നിയപ്പോൾ ആ വെളിച്ചത്തിൻ്റെ മുൻപിൽ ശൗലിന് നിൽക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരവസ്ഥയിലേക്ക് മാറുവാൻ ശൗൽ താഴെ വീഴുവാൻ ഇവിടെയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നാം പലപ്പോഴും ചിന്തിക്കും, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് മിടുക്കുണ്ട്, എനിക്ക് ശക്തിയുണ്ട്, ഹല്ലേലൂയ എനിക്കെല്ലാമുണ്ട്, ഇനി എനിക്കൊന്നിൻ്റെയും കുറവില്ല എന്ന് പറഞ്ഞ് സഞ്ചരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഹല്ലേലൂയ അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത്, പെട്ടെന്ന് അപകടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത്, സംഭവിക്കുവാൻ പാടില്ലാത്ത പലതും ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. അതിനാൽ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ അങ്ങനെയുള്ള കാര്യങ്ങളെ നാം മാറ്റിവെച്ചുകൊണ്ട് സ്തോത്ര ഹല്ലേലൂയ നാം ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിക്കുവാൻ നാം തയ്യാറായിത്തീരണം. സ്തോത്ര. ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവ
ദൈവത്തെ കാണേണ്ടവണ്ണം കാണുവാൻ ഇടയായിത്തീരുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ നമുക്കെതിരായി വരുന്ന ശത്രുവിൻ്റെ പദ്ധതികളെയും പ്ലാനുകളെയും കാണണമോ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ ദൈവികമാകുന്ന ഹല്ലേലൂയ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കാണണമോ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. സ്തോത്രം. ഹല്ലേലൂയ എങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് മുന്നേറുവാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ ശൗല് നിലത്ത് വീണു. ഹല്ലേലൂയ അപ്പോൾ ചോദിക്കുകയാണ്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തേ എന്ന് പറയുന്ന ഒരു ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ ശൗൽ അപ്പോൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, എങ്കിൽ പോലും പറയുകയാണ്, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തേ. അല്ല, അവിടെ ശൗലിൻ്റെ കാഴ്ച നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അല്ല, ശൗലിൻ്റെ കാഴ്ചയേക്കാൾ അസാധാരണമായ ഒരു കാഴ്ച, ഒരു വെളിച്ചം മിന്നിയപ്പോൾ ഹല്ലേലൂയ പുറമേയുള്ള തൻ്റെ കണ്ണുകൾ അടയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ തനിക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയാത്ത നിലയിൽ തന്നെ അന്ധമാക്കി തീർക്കുന്ന അവസ്ഥയിലേക്ക് ശൗൽ മാറ്റപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. അല്ലെ, എന്തിനു വേണ്ടിയാണ് സഞ്ചരിച്ചത്? ദൈവജനത്തെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ ദൈവജനത്തിന് വിരോധമായി സഞ്ചരിച്ചപ്പോൾ ഹല്ലേലൂയ ആകാശത്തു നിന്ന് ഒരു വെളിച്ചം മിന്നിയപ്പോൾ ഹല്ലേലൂയ താഴെ വീഴുകയും തൻ്റെ കണ്ണ് ഇരുളായി തീരുകയും ചെയ്തു. ഹല്ലേലൂയ തൻ്റെ കണ്ണ് അടഞ്ഞ സ്ഥിതിക്ക് ഹല്ലേലൂയ പരസഹായമില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയാത്തതായ ഒരവസ്ഥ, അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് ശൗൽ മാറ്റപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ദൈവാത്മാവ് ശൗലിനോട് വ്യക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ അവിടെ ശൗല് പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ അപ്പോൾ അനന്യാസ് എന്ന് പേരുള്ള ഒരു ഹല്ലേലൂയ ഭക്തനായ വ്യക്തിയെ ശൗലിൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. സ്തോത്രം. 9-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവൻ്റെ മേൽ കൈവച്ചു, ശൗലേ സഹോദര നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ വന്ന വഴിയിൽ പ്രത്യക്ഷനായത് ആരാണ്? യേശു എന്ന കർത്താവാണ് ശൗലിന് പ്രത്യക്ഷനായത്. യേശു കർത്താവ് പ്രത്യക്ഷനായപ്പോൾ യേശു കർത്താവിൻ്റെ ഹല്ലേലൂയ ആ വെളിച്ചത്തിൻ്റെ മുൻപിൽ ഹല്ലേലൂയ ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് ആ വെളിച്ചത്തിൻ്റെ മുൻപിൽ ശൗലിന് നിൽക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഇന്ന് നാം മനസ്സിലാക്കണം, ഹല്ലേലൂയ നമ്മുടെ ശക്തിക്കോ നമ്മുടെ ബുദ്ധിക്കോ അനുസരിച്ചല്ല, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് നാം സഞ്ചരിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ ഇവിടെ നോക്കണമേ. ഹല്ലേലൂയ അനന്യാസ് ശൗലിൻ്റെ അടുക്കൽ കടന്നു വരികയാണ്. എന്തിന്? ശൗൽ കാഴ്ച പ്രാപിക്കേണ്ടതിന്. സ്തോത്രം. ഹല്ലേലൂയ ഇവിടെ അനന്യാസ് കടന്നു വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ അവൻ്റെ മേൽ കാഴ്ച വെച്ചു, ശൗലേ സഹോദര നീ കാഴ്ച പ്രാപിക്ക. ഹല്ലേലൂയ നൊണ്ട് ഹല്ലേലൂയ ദൈവജനത്തെ ഉപദ്രവിക്കാൻ പോയപ്പോൾ ഉണ്ടായ കാഴ്ചയല്ല ഇപ്പോൾ ശൗൽ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വീട്ടിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ ഇന്നും ഹല്ലേലൂയ യേശു കർത്താവിൻ്റെതായ ആ പ്രത്യക്ഷത, ആ അഭിഷേകം, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സാധാരണ ക്രിസ്ത്യ ജീവിതം നയിച്ചു കൊണ്ടുപോയാൽ ഈ ലോകത്തിൽ നാം അകപ്പെട്ടു പോകുക, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നാം പെട്ടുപോകുക. അപ്രകാരമായി തീരരുതെങ്കിൽ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നാം എപ്രകാരം ദൈവമായുള്ള ബന്ധത്തിലേക്ക് മുന്നേറണമോ അതുപോലെ നാം മുന്നേറുന്നവരായി തീരണം. എങ്കിൽ മാത്രമേ നമുക്കൊരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാനിടയാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് പലരെയും നോക്കുമ്പോൾ ഒരു കാലത്ത് ശക്തമായ രീതിയിൽ ഓടിയവർ, ഒരു കാലത്ത് ദൈവത്തിനു വേണ്ടി നിന്നവർ ഹല്ലേലൂയ ഇന്ന് ദൈവമില്ലാത്തവരായി ലോകസ്നേഹികളായി ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ വൻപ് പറയുന്ന ഒരു വേഷണിക്കാരുമായി തീർന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാമോ ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നവരാകണം. സ്തോത്രം. ഹല്ലേലൂയ നാം അങ്ങും ഇങ്ങും നോക്കിയാൽ മുന്നിൽ പോകുകയില്ല. ഹല്ലേലൂയ നാമോ നമ്മെ സ്നേഹിച്ചവൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാൽവറിയിൽ യാഗമായി തീർന്ന കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ തൻ്റെ ഹല്ലേലൂയ രക്തമൊഴുക്കി തന്ന
തന്ന യേശു കർത്താവ് അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മെ ഹല്ലേലൂയ വിലയ്ക്ക് വാങ്ങിയ അരുമനാഥനെ അവൻ്റെ സ്നേഹത്താൽ നാം നിറയഞ്ചെങ്കിൽ മാത്രമേ നമുക്കൊരു പൂർണ്ണ ജയം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഉടനെ ആ അനന്യാസ് എന്ന് പറയുന്ന ആ വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ, ആ ദൈവമനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ, തലയിൽ കൈവച്ചപ്പോൾ ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അല്ല, ഒരു കാലത്ത് കാഴ്ചയുള്ളവൻ്റെ കാഴ്ച മങ്ങിപ്പോയപ്പോൾ ഹല്ലേലൂയ ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട്. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ചെതുമ്പൽ പോലെ അവൻ്റെ കണ്ണിൽ നിന്ന് പോയി എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തി ഹല്ലേലൂയ ശൗലിൻ്റെ മേൽ കരം വെച്ച് ഹല്ലേലൂയ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ആള് മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ കണ്ണിനെ അടച്ചു കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ കണ്ണിനെ അന്ധമാക്കിക്കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ കണ്ണിനെ ആക്കിക്കൊണ്ട് ഹല്ലേലൂയ യേശു കർത്താവിൻ്റെ വെളിച്ച അവനിൽ ഉദിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. കാണേണ്ട വണ്ണം കാണണമോ ഹല്ലേലൂയ പല പ്രാവശ്യം നമ്മൾക്ക് കാഴ്ചയില്ലാതായി തീരുന്നതിൻ്റെ കാരണം എന്താണ്? നാം ദൈവത്തിൻ്റെ ദർശനങ്ങളെ കാണുവാൻ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഹിതത്തിനനുസരിച്ച് മുന്നേറുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമുക്കത് കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ കാരണം ഈ ലോകത്തിൻ്റെ കണ്ണ് ഹല്ലേലൂയ തുറന്നിരിക്കുന്നത് കൊണ്ട് നാം കാണേണ്ട വണ്ണം കാണുവാനിടയാകുന്നില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയദൃഷ്ടി ഈ ദിവസങ്ങൾ പ്രകാശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-18-19 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നത്: അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ശൗൽ പൗലോസായി മാറിയതിനു ശേഷം കാരാഗ്രഹത്തിലിരുന്നു കൊണ്ട് എഫെസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുകയാണ്, ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ ഹല്ലേലൂയ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ആർ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു അവർക്ക് വേണ്ടി ഹല്ലേലൂയ വ്യാപരിക്കുന്ന യേശു കർത്താവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം ഹല്ലേലൂയ ഇന്ന് പരിശുദ്ധാത്മാവെന്ന സഹായകനെ നമുക്ക് വേണ്ടി അയച്ചപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വലിപ്പം എന്തെന്നറിയുവാൻ ഇടയാകണമോ? ഹല്ലേലൂയ. അതിനു വേണ്ടി നാം ഒന്ന് കാത്തിരിക്കുന്നവരാകണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ അവർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. ഹല്ലേലൂയ. എന്തിനാണ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയത്? ആ പരിശുദ്ധാത്മാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് ഹല്ലേലൂയ എല്ലാവരും ഒരുമിച്ച് കൂടുവാനിടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവിടെയാണ് പെട്ടെന്ന് കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവന് നിറച്ചു. ഹല്ലേലൂയ. അഗ്നിജ്വാല പോലെ പിളർക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവെന്ന് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിപ്പാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ഒരുമിച്ച് ഒരു മനപ്പെട്ട് കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവർ നിറയുവാനിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് നാമം ഹല്ലേലൂയ കേവലം സാധാരണ ക്രിസ്ത്യ ജീവിതം നയിച്ച് മുന്നേറുവാൻ ഇടയാകാതാണ് ഒന്ന് കാത്തിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ നിറച്ചുകൊണ്ട് ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിക്കായി നമ്മെയും ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാകുക? ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമാകുന്ന ശക്തിക്കായി നാം ഒന്ന് തയ്യാറാകണം. നാം ഒന്ന് കാത്തിരിക്കണം. ഹല്ലേലൂയ. നാം ഒന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഏൽപ്പിച്ച ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മെയും
സകലതിനെയും നിറയ്ക്കേണ്ടതിന്, നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കേണ്ടതിന് നാം ഒന്ന് വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ തയ്യാറാകണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ശക്തിയോടെ ഈ ദിവസങ്ങളിൽ ബലം പ്രാപിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ശക്തിയോടെ ബലപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ശൗൽ എന്ന വ്യക്തി പൗലോസായി ശക്തിയോടെ ബലപ്പെട്ടപ്പോൾ ദൈവത്തിന് പ്രയോജനപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ദൈവത്തിനു വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി നിന്നപ്പോൾ ഹല്ലേലൂയ എപ്രകാരം ഒരു കാലത്ത് ഹല്ലേലൂയ ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിച്ചോ അതേ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരിക്കുന്ന അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് വേണ്ടി നിന്നതിനാൽ അവർ കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ എന്താണ് ചെയ്തത്? അർദ്ധരാത്രിക്ക് അവരുടെ ശരീരത്തിൽ അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവരെ വളരെ അടുപ്പിച്ച ശേഷം ഒടുവിൽ തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോടെ അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, കാരാഗ്രഹ പ്രമാണിയോട് സൂക്ഷ്മമായി ഇവരെ കാത്തുകൊള്ളണമെന്ന കൽപ്പന അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കാലുകളെ ആമത്തിലിട്ട് പൂട്ടുവാനിടയായി തീർന്നു അകത്തെ തടവറയിൽ. സ്തോത്രം. അങ്ങനെ ഒരു സാഹചര്യവുമില്ല പ്രിയമുള്ളവരെ പൗലോസിനും ശീലാസിന് ആ കാരാഗ്രഹത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുവാനോ പാടുവാനോ സാഹചര്യമില്ല. കാരണം ശരീരം മുറിവേറ്റ അനുഭവത്തിൽ, ശരീരം വേദനിക്കുന്ന അനുഭവത്തിലായിരിക്കുമ്പോൾ അവർ അർദ്ധരാത്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ദൈവത്തെ പാടി സ്തുതിക്കണമെന്ന്. സ്തോത്രം. ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ട് അർദ്ധരാത്രിക്ക് വേണ്ടി അവർ കാത്തിരുന്നു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോൾ തടവുകാർ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുവാനിടയായി തീർന്നു. സ്തോത്രം. തടവുകാർ ഉറങ്ങിയെന്ന് ചിന്തിച്ച് പൗലോസും ശീലാസും അർദ്ധരാത്രിക്ക് പാടി ദൈവത്തെ സ്തുതിക്കുവാനിടയായപ്പോൾ ആ തടവറയിൽ, ആ ജയിലിൻ്റെ അകത്ത് ഒരു കൂട്ടം തടവുകാർ ഇന്ന് വരെ കാരാഗ്രഹത്തിൽ കേൾക്കാത്ത ഒരു പാട്ട്, ഒരു പ്രാർത്ഥന കേൾക്കുവാനിടയായപ്പോൾ അവർ ശ്രദ്ധിച്ച് കേൾക്കുവാനിടയായി തീർന്നു. സ്തോത്ര. തടവറയിലേക്ക്, കാരാഗ്രഹത്തിലേക്ക് പൗലോസിനെയും ശീലാസിനെയും കൊണ്ടുപോകുന്നത് ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇന്ന് വരെ ആ ജയിലറയ്ക്കകത്ത് ഇല്ലാത്തതായ ഉണ്ടാകാത്തതായ ചില വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് അവരെ ആ തടവറയിലേക്ക് കൊണ്ടുപോകുവാനിടയായി തീർന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു തടവറയുടെ, ഒരു കാരാഗ്രഹ സമമായ അനുഭവത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ചിന്തിച്ചു കൊള്ളുക. ജീവിതത്തിൽ കാരാഗ്രഹ സമമായ അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് വരെ ഉണ്ടാകാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിനാലാണ് ഈ കാരാഗ്രഹം, ഈ തടവറ, ഈ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്ന പോലെ അനുഭവം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ തയ്യാറാകേണ്ടതാണ്. പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനപ്രകാരം നിൽക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ദൈവം തൻ്റെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ഉദ്ദേശത്തിലേക്ക് ദൈവം എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അർദ്ധരാത്രിയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. അർദ്ധരാത്രിക്കോ പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ തടവുകാർ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അനേകരെ വിടുതലിന് കാരണമാകത്തക്ക നിലയിൽ, അനേകരിൽ ദൈവപ്രവൃത്തി ഉണ്ടാകത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമോ? നാം ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരാകണം. രാവും പകലും നാം സമയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും കാരാഗ്രഹ സമമായ അവസ്ഥകളിൽ മേലെ ബന്ധിക്കപ്പെട്ട അവസ്ഥകൾ
മക്കളുടെ മേൽ ദൈവം വിടുതലുകളെ നൽകി മാനിക്കുവാൻ സർവശക്തനാണ്. ഏത് മേഖലയിലാണ് ബന്ധിച്ചു വെച്ചിരിക്കുന്നത്, സാത്താൻ വളരെയധികമായി മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ബന്ധിച്ചിരിക്കുന്ന അനുഭവമാണോ ജീവിതത്തിലുള്ളത്? ഒരു ലെവല് വിട്ട് ഉയരുവാൻ കഴിയാത്ത അവസ്ഥയാണോ ജീവിതത്തിലുള്ളത്? ഇന്നൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? ഇന്നൊന്ന് സ്തുതിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയാണ് ബന്ധനത്തിന്റെ അവസ്ഥയായിരിക്കുന്നത്, ആ ബന്ധനങ്ങളെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്ന ഒരു ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കുവാൻ ഈ പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാകുക? വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന മുറിക്കകത്തൊന്ന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ. പെട്ടെന്ന് തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു, പാടുന്നത് പ്രാർത്ഥിക്കുന്നത്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. പെട്ടെന്ന് ചില പ്രവർത്തികൾ. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ട അനുഭവത്തിലാണോ? ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണോ? ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ പെട്ടെന്നുള്ള ഒരനുഭവത്തിലേക്ക് മാറ്റപ്പെട്ട രീതിയിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യേ. ഇവിടെ കാരാഗ്രഹത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്തോത്രം, പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? വലിയൊരു ഭൂകമ്പമുണ്ടായി. പെട്ടെന്ന് എവിടെ നോക്കുന്നുവോ അവിടെ ദൈവവചനം ഒന്നാകെ നോക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ പത്രോസ് 2 ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായ 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ദൂതൻ പത്രോസിന്റെ ആ മുറിയിലേക്ക് കടന്നു വന്ന് ദൂതൻ പത്രോസിനെ തട്ടി ഉണർത്തിക്കൊണ്ട് ആ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ നിന്ന് പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പെട്ടെന്ന് പത്രോസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാത്രി ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പത്രോസിന്റെ മരണമാണ് പ്രഭാത സമയത്ത് ഉണ്ടാകുവാൻ പോകുന്നത്. മരണത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ദൂതനാൽ അവിടെ പത്രോസിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. ആ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. ഇവിടെ നോക്കണമേ, 2 വ്യക്തികൾ പ്രാർത്ഥിക്കുവാൻ സാഹചര്യമില്ലാത്ത അവസ്ഥയെ, പാടുവാൻ സാഹചര്യമില്ലാത്ത അവസ്ഥയെ, ശരീരം വേദനപ്പെട്ട അവസ്ഥയെ, ശരീരം മുറിവേറ്റ അവസ്ഥയിലായിരിക്കുമ്പോൾ അവർ അർദ്ധരാത്രി എന്നുള്ള സമയത്തിന് വേണ്ടി കാത്തിരുന്നു. അർദ്ധരാത്രിക്ക് പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ ആ തടവറയിലുള്ള സകല തടവുകാർ അവരെ പ്രാർത്ഥന കേൾക്കുവാൻ ഇടയായി. അതോടൊപ്പം തന്നെ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടാകുവാനിടയായി. മാറ്റങ്ങൾ സംഭവിക്കണമോ? നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. മാറ്റങ്ങൾ സംഭവിക്കണമോ? നാം പാടുന്നവരായി തീരണം. മാറ്റങ്ങൾ സംഭവിക്കണമോ? അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരണം. വിഷയങ്ങൾ വലുതാണ്, പക്ഷെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എന്ന സാഹചര്യമാണ്. ഇന്ന് അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് വിഷയം എത്ര വലുതാകട്ടെ ആ വിഷയത്തിന്മേൽ ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് അർദ്ധരാത്രിയിൽ ഒന്ന് എഴുന്നേൽക്കുന്നവരായി തീരണം. സ്തോത്രം. സാത്താന്യ ശക്തികൾ പ്രബലമാകുന്ന മേഖലയിൽ പൈശാചികൻ ഉണരുന്ന മേഖലയിൽ ദൈവജനം ഉണരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ദൈവജനം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഭൂകമ്പം പോലെയുള്ള അനുഭവങ്ങൾ ഭൂകമ്പം പോലെയുള്ള അവസ്ഥകളിലേക്ക് വിഷയങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് വിടുതലുകൾ സംഭവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ആരും പൗലോസോ ശീലാസോ തടവുകാരോ ആരും തന്നെ ഇപ്രകാരമുള്ള ഒരനുഭവം പ്രതീക്ഷിച്ചില്ല. അവർ പാടുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. തടവുകാർ ശ്രദ്ധിച്ച് കേൾക്കുവാൻ തുടങ്ങി. എന്നാൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവസാന്നിധ്യം, അവിടെ പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി. കാരണം പരിശുദ്ധാത്മാവിനെ വഹിച്ചവരാണിവർ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടവരാണ് പൗലോസും ശീലാസും. അവരിൽ മേലുള്ള പരിശുദ്ധാത്മാവ് ആ തടവറയ്ക്കകത്ത് സൂക്ഷ്മതയോടെ സൂക്ഷിക്കുന്ന കാരാഗ്രഹത്തിന്റെ അകത്ത് പ്രവർത്തിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. സൂക്ഷ്മതയോടെ സൂക്ഷിക്കുന്ന ആ കാരാഗ്രഹത്തിന്റെ അകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ചങ്ങലകൾക്ക് ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ഏതിലവരെ പൂട്ടിയോ ആ പൂട്ടുകളൊക്കെ അഴിയുവാനിടയായി തീർന്നു. അവരോടൊപ്പം തന്നെ ഉള്ള എല്ലാ തടവുകാരുടെയും ചങ്ങലകൾ താഴെ വീഴുവാനിടയായി തീർന്നു. പെട്ടെന്ന്
പെട്ടെന്ന് അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് ഒരു സെക്കൻഡിൻ്റെ ആവശ്യം പോലുമില്ല. പ്രിയമുള്ളവരെ, നാം ദൈവപ്രവൃത്തിക്കായി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവകരങ്ങളിൽ നാം നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിശ്ചയമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി തൻ്റെ ഹല്ലേലൂയ രക്തത്തെ ഹല്ലേലൂയ അവസാനത്തുള്ള രക്തത്തെ ഒഴുക്കി തന്ന് പാപമോചനവും വീണ്ടെടുപ്പും തന്ന കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, ഹല്ലേലൂയ പറയുന്നത്, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു പോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. സ്തോത്രം. ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ് സംഭവിച്ചത് ഒരു പ്രാർത്ഥനയിൽ, ഒരു അർദ്ധരാത്രിയുടെ പ്രാർത്ഥനയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ചില അടിസ്ഥാനങ്ങൾ കുലുങ്ങേണ്ടത് ആവശ്യമാണ്. ഇന്ന് വരെ മാറ്റമൊന്നും സംഭവിക്കാതെ വണ്ണം എത്ര പ്രാർത്ഥിച്ചിട്ട് എത്ര മുന്നേറിയിട്ടും ഹല്ലേലൂയ കുലുക്കമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നുവോ? ആ മേഖലകളിൽ ഹല്ലേലൂയ ദൈവം കുലുക്കം തരുവാൻ ആഗ്രഹിക്കുന്നു. വിഷയങ്ങളിൽ കുലുക്കമില്ല. ഹല്ലേലൂയ അതിർവരമ്പുകൾ വെച്ച് ബന്ധിച്ചിരിക്കുന്ന അവസ്ഥ, ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യം, ഇപ്രകാരമുള്ള സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ഒന്ന് കുലുങ്ങുമ്പോൾ പൊട്ടാത്തതായി ഒന്നുമില്ല. അടിസ്ഥാനങ്ങളെ കുലുക്കിക്കൊണ്ട്, അടിസ്ഥാനങ്ങളെ പിഴുത് എറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ ശക്തനായ കർത്താവെന്ന് ഉറച്ചു വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ചില അടിസ്ഥാനങ്ങൾ കുലുങ്ങുക തന്നെ ചെയ്യും. സ്തോത്രം. വിശ്വസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ വിശ്വസിക്കുന്നവരുടെ മേലാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. അവിടെ ചില അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അടിസ്ഥാനങ്ങൾ കുലുങ്ങണമോ? നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അർദ്ധരാത്രിയിൽ നാം എഴുന്നേൽക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അർദ്ധരാത്രിയിൽ നാം എഴുന്നേൽക്കുവാൻ തയ്യാറാകുമ്പോൾ, പാടുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുക തന്നെ ചെയ്യും. വിഷയങ്ങൾ വിടുതലില്ല എന്ന് പറയുന്ന വിഷയങ്ങളിൽ ഭൂകമ്പത്തിന് കാരണമായി തീരത്തക്ക നിലയിൽ, അടിസ്ഥാനങ്ങൾ കുലുങ്ങത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കും. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നു? നിങ്ങളായിരിക്കുന്നിടത്തൊന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ബന്ധിച്ച് ഒതുക്കുവാൻ ഹല്ലേലൂയ ആർക്കും കഴിയാത്ത നിലയിൽ എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു. ഹല്ലേലൂയ. വലിയ എത്ര ബലമുള്ള ബാധലായാൽ, എത്ര ഉറപ്പുള്ള ബാധലായാൽ ഭൂകമ്പം പോലെ വന്ന് അടിസ്ഥാനങ്ങൾ കുലുങ്ങുമ്പോൾ അവിടെ തുറക്കാത്തതായ ഒരു വാതിലുമില്ല. ഹല്ലേലൂയ. ഇന്ന് മുട്ടിയിട്ട് പല വാതിലുകൾ മുട്ടിയിട്ട് തുറക്കുന്നില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന പ്രിയമുള്ളവരെ, മുട്ടിയിട്ടും തുറക്കാത്ത വാതിലാണോ? അർദ്ധരാത്രിക്ക് എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് പരിഹാരം തരുവാൻ കഴിയാത്തതായി ഒന്നുമില്ല. എൻ്റെ വിഷയത്തിൽ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് ഹല്ലേലൂയ നാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നിശ്ചയമായും തുറക്കാത്ത വാതിലുകൾ, ഇന്ന് വരെ മുട്ടിയിട്ട് തുറക്കാത്തതായ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. എത്ര വലിയ ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ ആ ബന്ധനത്തെ അഴിക്കുവാൻ ഹല്ലേലൂയ ദൈവം സർവശക്തനാണ്. എവിടെയെങ്കിലും ബന്ധിച്ചു എന്ന് തോന്നുന്നുവോ, ആ പ്രിയപ്പെട്ടവരൊന്ന് തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു തീരുമാനത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം നമ്മുടെ പ്രാർത്ഥനയുടെ രീതിക്കൊന്ന് മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പാട്ടിൻ്റെ രീതിക്ക്, നമ്മുടെ ആരാധനയുടെ രീതിക്ക്, നമ്മുടെ വചനധ്യാനത്തിൻ്റെ രീതിക്കൊന്ന് മാറ്റം കൊണ്ട് വാസ്തവമായ പ്രകാരം പ്രാർത്ഥിക്കണമോ, അപ്രകാരം നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളോട് വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യം, ഒരു ശക്തിക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യമാണ് ഹല്ലേലൂയ ഭൂകമ്പം ഉണ്ടാക്കുക, ഹല്ലേലൂയ അടിസ്ഥാനങ്ങൾ കുലുക്കുക, വാതിലുകൾ തുറക്കുക, ഹല്ലേലൂയ ചങ്ങലകൾ അഴിക്കുക. ഇതൊന്നും വ്യക്തികളെ സംബന്ധിച്ച് മാനുഷികമായ രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ ദൈവശക്തിയുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ
ദൈവശക്തിയുള്ളവർ പാടുമ്പോൾ ഹല്ലേലൂയ അസാധാരണമായ ശക്തിയാൽ ഹല്ലേലൂയ ഇടത്ത് ഹല്ലേലൂയ കുലുക്കങ്ങൾ സംഭവിക്കുവാനിടയായി തീരും. ഇങ്ങനെയെങ്കിൽ ഈ ഹല്ലേലൂയ വൈകിയ സമയത്ത് ദൈവശക്തിയാൽ നാം നിറയപ്പെടണം. ഹല്ലേലൂയ നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ശക്തിയോടെ ബലം പ്രാപിക്കണം. ഹല്ലേലൂയ ഇന്ന് ഉണങ്ങിയിരിക്കുന്ന അനുഭവമാണോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ മുരടിച്ചിരിക്കുന്ന അനുഭവമാണോ? അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ശക്തിയോടെ ബലപ്പെടുന്നവരായി തീരണം. സ്തോത്ര. ബലം നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന പ്രിയമുള്ളവരെ ഒന്ന് ദൈവപാദപീഠത്തിലേക്ക് സമർപ്പിക്കുക. കുറവുകളെ ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ കുറവുകളെ ഒന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ പുറമേയുള്ള കണ്ണുകളേക്കാൾ നമ്മുടെ അകമേയുള്ള കണ്ണുകൾ പ്രകാശമാകുക. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. സ്തോത്രം. അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലം പ്രാപിക്കണമോ? നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നാം ആരാധിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ പലതും പറഞ്ഞു നിരിക്കുക, എന്നാൽ അവരുടെ വാക്കുകൾക്ക് ചെവി കൊൾക്കാതെ ഹല്ലേലൂയ നാം അന്ന് ദൈവസംവിധാനത്തിൽ ഏൽപ്പിക്കുവാൻ തയ്യാറാകുന്നു. നിശ്ചയമായും ശൗൽ എന്ന വ്യക്തിയെ പൗലോസാക്കി മാറ്റുവാൻ കഴിവുള്ള കർത്താവ് ദേശങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, ജാതികൾക്ക്, രാജാക്കന്മാർക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിവുള്ള ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാൻ ശക്തനാണ്. എത്ര പേർ വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മുൻപിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിയോ ബലമോ അവിടെ പ്രയോജനപ്പെട്ടില്ല. അത് നിഷ്ഫലമായി പോയി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി അടിച്ചപ്പോൾ താഴെ വീഴുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാനിടയായി തീർന്നു. വിഷയങ്ങളിൽ വിടുതലില്ലയോ? ദൈവകരങ്ങളിലേക്കൊന്ന് ആശ്രയിക്കുവാൻ നാം തയ്യാറാകണം. വിടുതലില്ലാത്ത വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ശക്തിയോടെ ബലം പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മളുടെ ശക്തിയെ ഹല്ലേലൂയ നാം തിരിച്ചറിയുന്നവരായി തീരണം. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം ആരെന്ന് നാം തിരിച്ചറിയുന്നവരായി തീരണം. സ്തോത്ര. സാധാരണ ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്, അസാധാരണമായ മനുഷ്യർ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യരെക്കാൾ അപ്പുറമായി ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവൻ, മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയാത്ത സകലത്തെയും ചെയ്യുവാൻ കഴിവുള്ള സർവശക്തനായ കർത്താവാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായി ഒരു ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു? ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു. എൻ്റെ ഇന്നത്തെ അവസ്ഥകളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഹല്ലേലൂയ. എൻ്റെ ഇന്നത്തെ അവസ്ഥകളിൽ ദൈവം വിടുതലുകൾ നൽകുക. എൻ്റെ ബന്ധനങ്ങളെ ദൈവം അഴിക്കും. ഹല്ലേലൂയ. എൻ്റെ കെട്ടുകളെ ദൈവം പൊട്ടിക്കും. ഹല്ലേലൂയ. അടിസ്ഥാനങ്ങളെ ഇളക്കും. ഹല്ലേലൂയ. എത്ര ബലമുള്ള അടിസ്ഥാനമായാലും എത്ര ബലമുള്ള ബാധലായാലും അതിനെ ഹല്ലേലൂയ തുറക്കുവാനും ഇളക്കുവാനും കഴിവുള്ള കർത്താവാകിയാൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. അല്പസമയം കണ്ണുകൾ അടച്ചാട്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ അർദ്ധരാത്രിയിൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട ആ കർത്താവിൻ്റെ സാന്നിധ്യം ഈ സന്ധ്യയുടെ വേളയെ നമ്മളായിരിക്കുന്ന ഭവനങ്ങളെ, നമ്മളായിരിക്കുന്ന അവസ്ഥകളെ, നമ്മുടെ ഹൃദയങ്ങളെ ആ ശക്തിയുടെ ഇളവറ്റ വ്യാപാരം ഉണ്ടാകേണ്ടതിന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർ പ്രാർത്ഥിക്കും? അപ്പാ അങ്ങയുടെ നിറവിനാൽ എന്നെ നിറയ്ക്കണം, അങ്ങയുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നിൽ പകരണം, എൻ്റെ ഹൃദയദൃഷ്ടികളെ പ്രകാശിക്കണം. ഹല്ലേലൂയ. എന്നിലൊരു മാറ്റം തരണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. റിഖദലബ ശിബദരബ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഈ വൈകിയ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങയുടെ തിരുസാന്നിധ്യത്താൽ അടിയങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കുമാറാകണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയദൃഷ്ടികളെ അങ്ങ് പ്രകാശിക്കുമാറാകണം. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ അകത്തെ മനുഷ്യൻ ശക്തിയോടൊന്ന് ബലം പ്രാപിക്കണം. കാണേണ്ട വണ്ണം കാണുവാനുള്ള കൃപ ഈ പ്രിയമുള്ളവർക്ക് നൽകണം. ഇവരായിരിക്കുന്ന അവസ്ഥകളിൽ ഒരു കുലുക്കം സംഭവിക്കണം കർത്താവേ. ഇവരായിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് ഒന്ന് അഴികത്തക്ക നിലയിൽ അവരൊന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം
പ്രാപിക്കത്തക്ക നിലയിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പ. നിങ്ങളുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഓരോ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നപ്പ. ഹല്ലേലൂയ. ശാരീരികമായി സൗഖ്യത്താൽ നിറയ്ക്കണം. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സമാധാനമില്ലാത്ത മേഖലകൾ സമാധാനത്താൽ നിറയട്ടെ. ദൈവിക സമാധാനം ഇപ്പോൾ നിന്റെ മക്കളുടെ മേൽ കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭൗതികമായ എല്ലാ കടഭാരങ്ങൾ, എല്ലാ ഞെരുക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. ആത്മീയമായി ഹല്ലേലൂയ ദിവസങ്ങൾ മുന്നേറുവാൻ ഹല്ലേലൂയ അങ്ങ് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോസ് ഫാമിലി പേജിനെ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പേജിലൂടെ നടക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരണമപ്പ. ഹല്ലേലൂയ. മഹത്വത്താൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ പേജിനെ ഏൽപ്പിക്കുന്നു. കർത്തദാസി പ്രാർത്ഥിക്കുന്നു. കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരെ ഏൽപ്പിക്കുന്നു. വലിയ അനുഗ്രഹത്തിനും വിടുതലും കാരണമാക്കി തീർക്കണം. അല്ലെങ്കിൽ തന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അടിയരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കാതെ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തെ നാം എപ്രകാരം കാണണം, അപ്രകാരം കാണാൻ കാഴ്ചയെ നാം പ്രാപിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഹല്ലേലൂയ നമുക്കെതിരായി നിൽക്കുന്ന സകല സാഹചര്യങ്ങളെ ദൈവം അനുകൂലമാക്കി തീർക്കും. പ്രതികൂലമെന്ന് നാം കരുതുന്നതിനെയൊക്കെയും അനുകൂലമാക്കി തീർക്കുവാൻ കഴിവുള്ള സർവശക്തനെയാണ് നാം ആശ്രയിക്കുന്നത്. ആ ദൈവത്തിൽ മുന്നേറാൻ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.